ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രോണിക് പെന്നി മോഡലാണ്. ഈ ക്രോണിക് പെന്നി മോഡൽ മീൻസ് നമ്മുടെ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ കണ്ടക്ഷൻ ഇൻ മെറ്റൽസിൽ പഠിച്ചതിൽ അവിടെ നമ്മൾ ഫ്രീ ഇലക്ട്രോൺ തിയറി പഠിച്ചിരുന്നു. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺ തിയറി പഠിച്ചപ്പോൾ അവിടെ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഫ്രീ ഇലക്ട്രോൺ തിയറി പറയുന്നത് ഇലക്ട്രോൺസിന്റെ ചാർജ് ഒരു മെറ്റൽ ക്രിസ്റ്റലിനകത്ത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഓൾമോസ്റ്റ് എന്താണ് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ സീറോ പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു എക്സ്ട്രാ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട് എന്നൊരു അസംഷൻ ഫ്രീ ഇലക്ട്രോൺ തിയറിക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ പിന്നീട് ഒരുപാട് ബിഹേവിയർ നമ്മുടെ ഇലക്ട്രോൺസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിനെ കുറിച്ചൊക്കെ ഒരുപാട് അതിന്റെ ബിഹേവിയർ സ്റ്റഡി നടത്തിയ സമയത്ത് നമുക്കവിടെ കിട്ടിയ റിസൾട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ ഇലക്ട്രോൺസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീരിയോഡിക് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ പീരിയോഡിക് പൊട്ടൻഷ്യൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് ഫർദർ സ്റ്റഡീസ് നടത്തി ഒരു കൺക്ലൂഷൻ കൊണ്ടെത്തിച്ചതാണ് ഈ ക്രോണിക് പെന്നി മോഡൽ എന്ന് പറയുന്നത്. ഈ ക്രോണിക് പെന്നി മോഡൽ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബ്ലൗസ് തിയറത്തിന്റെ ഒരു ഹെൽപ്പോടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇലക്ട്രോണിനെ കുറിച്ച്, കണ്ടക്ഷൻ ഇലക്ട്രോൺസിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തുന്നത്. അപ്പൊ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺ മോഡലിനെ കാട്ടി ക്രോണിക് പെന്നി മോഡൽ അറിയാമെങ്കിൽ നമുക്ക് അവിടെ ഇതിന്റെ ഇലക്ട്രിക്കൽ, തെർമൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നതാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, തെർമൽ പ്രോപ്പർട്ടി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇതൊക്കെ. ഓക്കെ, ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നോക്കുന്നത്. നമ്മൾ കോർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഷെല്ലിനകത്ത്, കോർ ഷെൽസിനകത്ത് ഇരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തില്ല, ഈ കാര്യത്തിലൊന്നും വലുതായിട്ട് ഇടപെടാറില്ല. മോസ്റ്റ് കോമൺ ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പ്രോപ്പർട്ടിക്കൊക്കെ റീസണിങ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നമുക്ക് ക്രോണിക് പെന്നി മോഡലിൽ കിട്ടി. അപ്പൊ ഈ ക്രോണിക് പെന്നി മോഡൽ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. കാരണം എസ് എ ക്വസ്റ്റ്യൻസിൽ മിക്കപ്പോഴും ചോദിക്കുന്നത്. കാരണം ഇതിന്റെ എസ് എ എഴുതി തന്നെ ഇപ്പൊ ഈ പറയുന്ന പോലെ പോലും എഴുതിയാൽ മതി, നമുക്ക് എന്ത് ഏകദേശം 14 മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് കുറച്ച് ടഫുള്ള ഒരു ഡെറിവേഷൻ ആണ്. എന്നാൽ നമുക്ക് ഈസി സ്റ്റെപ്സിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതി എത്തിക്കാൻ പറ്റും. എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്യും. ഒരുപാട് ചേഞ്ച് ചെയ്ത് പോയതും വേണ്ട, ജസ്റ്റ് ആ ഡെറിവേഷൻ എഴുതി എന്താണ് കാര്യം എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇതില് ഈ ഒരു ക്രോണിക് പെന്നി മോഡലിൽ ശരിക്കും അവിടെ ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ മെറ്റൽ ഫീൽ ദ പീരിയോഡിക് പൊട്ടൻഷ്യൽ. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പീരിയോഡിക് മീൻസ് കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും, അത് നമുക്ക് ഒരു സ്ക്വയർ വേൾഡ് പൊട്ടൻഷ്യൽ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സ്ക്വയർ വേൾഡ് പൊട്ടൻഷ്യൽ ഒക്കെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ സ്ക്വയർ വേൾഡ് പൊട്ടൻഷ്യൽ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി അത് വേരിയിങ് ആണ്. ഓക്കെ, കാണുമ്പോൾ അറിയാലോ അത്. അപ്പൊ അതില് ഇലക്ട്രോൺസ്, ഇതാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് പൊട്ടൻഷ്യൽ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ, അതായത് പോസിറ്റീവ് അയോൺസിന് അടുത്തെത്തുമ്പോൾ പൊട്ടൻഷ്യൽ ഓൾമോസ്റ്റ് സീറോ ആവും. തൊട്ട് അതിന്റെ ദൂരോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ അവിടെ മാക്സിമം എത്തുകയും ചെയ്യും. അപ്പൊ ഇതുപോലെ തന്നെ ഒരു വർക്കിംഗ് വരുന്നത് ഇതിൽ ബ്ലോച്ച് തിയറം മീൻസ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു, കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ബ്ലോച്ച് തിയറം എന്നാണ് പറയുന്നത് അവിടെ, സൈ ഓഫ് വേവ് ഫംഗ്ഷൻ, സൈ ഓഫ് എക്സ് ഈക്വൽ ടു യു കെ ഓഫ് എക്സ് ഇ റൈസ് ടു ഐ കെ എക്സ്. ഓക്കെ, ഇതാണ് ബ്ലോച്ച് തിയറം പറയുന്നത്. അപ്പൊ ഈ ഒരു ബ്ലോച്ച് തിയറത്തിന്റെ ഒരു ഹെൽപ്പോടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. ബ്ലോച്ച് തിയറമാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഫ്രീ ഇലക്ട്രോൺ മോഡലിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നത്. പിന്നെ അതിനെ വെച്ച് മോഡിഫൈ ചെയ്ത് ക്രോണിക് പെന്നി മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്താണ് ക്രോണിക് പെന്നി മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിനി ഇതിന്റെ ഡെറിവേഷനിലോട്ട് കിടക്കാം. കാരണം ഇതിന്റെ ഡെറിവേഷൻ വെച്ചിട്ടാണ് കൂടുതൽ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് തിയററ്റിക്കലി അങ്ങനെ പറഞ്ഞു പോകാൻ ഒരുപാടൊന്നുമില്ല. ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്താൽ ഡെറിവേഷൻ പഠിച്ചെന്നാൽ മതി. അപ്പൊ ഡെറിവേഷൻ നോക്കുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ട എന്താണ്, ഒരു പീരിയോഡിക് പൊട്ടൻഷ്യൽ വെല്ല് വേണം. ഓക്കെ, പീരിയോഡിക് പൊട്ടൻഷ്യൽ വെല്ല് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും നമുക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ ഒരു ഇലക്ട്രോൺ ആണ്. ഇപ്പൊ എന്റെ ഈ ഒരു റേസറിന്റെ ഒരു ഹാൻഡിൽ ഇപ്പോൾ ഇലക്ട്രോൺ വെച്ചോളൂ, കണ്ടോ, ഇപ്പൊ എന്ത് ചെയ്യണം, ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വേരിയിങ് ചെയ്തുകൊണ്ടിരിക്കും ഇലക്ട്രോൺസിന്റെ ഈ ഒരു മോഷൻ. അപ്പോൾ പൊട്ടൻഷ്യൽ കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ വെല്ലിനകത്തൂടെ ഇലക്ട്രോൺസിന്റെ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് അയോൺസിന്റെ അടുത്ത് എത്തുമ്പോൾ മാക്സിമം എത്തുമ്പോൾ എന്താവും, സീറോ ആവും. അത് കഴിയുമ്പോൾ എന്താവും, അത് മിനിമം മാക്സിമം വാല്യൂലോട്ട് മൂവ് ചെയ്തു പോകും. ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ പൊട്ടൻഷ്യൽ വെല്ലില് നമ്മൾ സ്ക്വയർ വേൾഡ് പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റീജിയൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് റീജിയൻ ഉണ്ട്, സെക്കൻഡ് റീജിയൻ ഉണ്ട്. ഫസ്റ്റ് റീജിയൻ മീൻസ് അവിടെ നമുക്ക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതൊരു ഓപ്പൺ റീജിയൻ ആണ്. നമ്മൾ പൊട്ടൻഷ്യൽ വെല്ലിൽ നമ്മൾ ഇതായിരിക്കും പഠിച്ചിട്ടുള്ളത്. സ്ക്വയർ വേൾഡ് പൊട്ടൻഷ്യൽ പഠിച്ച സമയത്തും ഇതേ കാര്യമാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് റീജിയൻ കൺസിഡർ ചെയ്യും. നമുക്ക് രണ്ട് റീജിയൻ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒറ്റ റീജിയൻ മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ രണ്ട് റീജിയൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, രണ്ട് റീജിയൻ എടുത്ത് കമ്പയർസൺ ആണ് ഇവിടെ ചെയ്യുന്നത്. രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യും, അതിനെ കമ്പയർ ചെയ്യും, പിന്നെ അതിനെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് അതിനൊരു മെട്രിക്സ് എടുക്കും. മെട്രിക്സ് എടുത്ത് മെട്രിക്സ് സോൾവ് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻ ഡയറക്റ്റ് എഴുതിയാൽ മതി. സൊല്യൂഷൻ എഴുതും. സൊല്യൂഷൻ എഴുതുമ്പോൾ നമുക്കൊരു പിയുടെ ഒരു ടേം വരും. ആ പിയുടെ ടേം വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കും. അപ്പോൾ ഗ്രാഫ് വരയ്ക്കും നമുക്ക് ഇവിടെ ഫോർബിഡൻ എനർജി ഏതാണ്, അലോഡഡ് സ്റ്റേറ്റ് ഏതാണെന്ന് കിട്ടും. അത്രയും എഴുതിയാൽ മതി, ക്രോണിക് പെന്നി മോഡൽ കംപ്ലീറ്റ് ആവും. ഓക്കെ,
അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സെക്ഷൻ ആയിട്ട് തിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് പാർട്ടാണെന്ന് വെച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനിൽ നമ്മൾ പീരിയോഡിക് പൊട്ടൻഷ്യൽ ഒരു ഗ്രാഫ് ഒക്കെ വരച്ചു. ഗ്രാഫ് വരച്ചതിന് ശേഷം നമ്മളിവിടെ ഫസ്റ്റ് രണ്ട് റീജിയൻസ് കൺസിഡർ ചെയ്തു. ഒന്നാമത്തെ റീജിയനിലെ പൊട്ടൻഷ്യൽ ഇപ്പോൾ എന്താണ്, ഒന്നാമത്തെ റീജിയനിൽ ഇപ്പോഴെന്നല്ല ഏത് സമയം നോക്കിയാലും ഈ ഒരു റീജിയൻ, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് റീജിയൻ ഓപ്പൺ റീജിയൻ ആയിരിക്കണം. ഓക്കെ, ഒരു പൊട്ടൻഷ്യൽ വെല്ലായിരിക്കണം. അപ്പോൾ പൊട്ടൻഷ്യൽ വെല്ലായിരിക്കുന്ന സമയത്ത് പൊട്ടൻഷ്യൽ വെല്ലിനകത്ത് പൊട്ടൻഷ്യൽ എന്തായിരിക്കാം, 0 ആയിരിക്കാം. ഓക്കെ, അവിടെ പൊട്ടൻഷ്യൽ ഇല്ല. ഓക്കെ, അതാണ് V0 എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഒരു സെക്കൻഡ് റീജിയൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റീജിയൻ എന്തായിരിക്കണം, അതൊരു ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ ബാരിയറോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ വെല്ലോ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇത് ഇങ്ങനെ വരുന്ന ഷേപ്പിൽ നമ്മൾ പറയുന്നത് ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ ആണ്. ഇതിപ്പോൾ വെൽ മീൻസ് ഹോളോ അല്ലെങ്കിൽ ആരം വരുന്നതാണ് വെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തിരിച്ചു വരച്ചു കഴിഞ്ഞാൽ അത് എന്താവും, ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ വെല്ലായിട്ട് മാറും. ഓക്കെ, അതാണ് ഈ ഒരു റീജിയൻ. അപ്പോൾ ഈ റീജിയനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതെന്താണ്, ഇതൊരു ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ വെല്ലാണ്. അപ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ ഇപ്പോൾ എത്രയായിരിക്കാം, അവിടെ നമുക്ക് V0 എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഉണ്ട്. കണ്ടോ, ഇതാണ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. കേട്ടോ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, V0 കിട്ടും. ഓക്കെ, ഈ ഒരു ആക്സിസ് എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ആക്സിസ് ആണ്. എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസിന്റെ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് V0 എന്നൊരു പൊട്ടൻഷ്യൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ആ ഒരു ഗ്രാഫിൽ നിന്ന് ഇപ്പോൾ വേണ്ടി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, റീജിയൻ 1 എടുത്തതിന് ശേഷം റീജിയൻ 1ന്റെ കേസ് വെച്ചുകൊണ്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോം ചെയ്യുക. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അറിയില്ല, d square psi by dx square plus 8 pi square m by h square E psi is equal to 0. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് പൊട്ടൻഷ്യൽ 0 ആണ്. ഇവിടെ നമുക്ക് ഈയുടെ കൂടെ എന്ത് വരില്ല, പൊട്ടൻഷ്യൽ ടേം വരില്ല, അല്ലെങ്കിൽ E മൈനസ് വി എന്നാണ് വരുന്നത്. ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ ബേസിക് ഇക്വേഷനിൽ E മൈനസ് വി എന്ന് വരും. പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് E മാത്രമേ വരത്തുള്ളൂ. കണ്ടോ, ഈ ഒരു ഇക്വേഷനിൽ നമുക്കിപ്പോൾ E മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു, 0ക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് കൂടെ തന്നെ ഇതിന്റെ റീജിയൻ കൂടി അവിടെ പറഞ്ഞിരിക്കുക. ഏത് റീജിയനകത്താണ് വരുന്നത്, that is 0 less than x less than a. അതായത് എന്താണ് ഈ ഒരു റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പാണ്, 0യെക്കാട്ടിയും കൂടുതലും എക്കാട്ടിയും കുറവും. അപ്പോൾ നമുക്ക് ഏത് റീജിയൻ വരും, ഈ ഒരു റീജിയൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത് ഈ ഒരു റീജിയൻ. അതാണല്ലോ ഇവിടെ പൊട്ടൻഷ്യൽ 0 ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു റീജിയൻ കൺസിഡർ ചെയ്യുക. അടുത്ത് ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഈ 8 pi square m by h square, നിങ്ങൾ കൺഫ്യൂഷൻ ആകില്ല. ചില ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ ചില നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ h കട്ട് സ്ക്വയർ എന്ന് വരും. h കട്ട് സ്ക്വയർ h/2π എന്നാണ്. ഓക്കെ, h/2π ആണ് h കട്ട് സ്ക്വയർ. അങ്ങനെ h കട്ട് സ്ക്വയർ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ 8 pi square m എന്നായിരിക്കില്ല, വേറെ ടേംസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒരു ഡിവൈഡ് ബൈ ചെയ്ത സമയത്ത് 4ന്റെ ഒക്കെ വേരിയേഷൻ വന്നിട്ട് വേറൊരു ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. രണ്ടും സെയിം തന്നെയാണ്. ഹെച്ചിന്റെ വാല്യൂ നോക്കുക, ഹെച്ചിന്റെ വാല്യൂന്റെ അവിടെ h ആണോ h കട്ട് സ്ക്വയർ ആണോ നോക്കിയാൽ മതി. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ബോർ ആറ്റം മോളിലൊക്കെ പഠിച്ചു ചെയ്യണം. h ഈക്വൽ ടു h/2π എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇങ്ങനൊരു റെപ്രസെന്റേഷൻ കൂടി ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി. 8 pi square m by h square E psi equal to 0. അപ്പോൾ ഇത് റീജിയൻ 1 ആണ്. 0 ലെസ് 0യെക്കാട്ടിയും കുറവും 0യ്ക്കും എക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് നിൽക്കുന്നത്. ഇപ്പോൾ ആ ഒരു എക്സ് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ. അടുത്ത് എന്ത് ചെയ്യണം, അടുത്തതിൽ നമുക്ക് ഇത്രയൊരു ടേമിന് കണ്ടോ, 8 pi square m e h square, ഇത്രയും വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യാം, ആൽഫ സ്ക്വയർ എന്ന് എടുക്കാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്തിനാണ് ആൽഫ സ്ക്വയർ എടുത്തത് ലാസ്റ്റ് മനസ്സിലാവും, കാരണം നമുക്ക് ലാസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ആൽഫ സ്ക്വയറിനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആവും എന്തിനാണ് ഇപ്പോൾ നമ്മൾ അവിടെ ആൽഫ സ്ക്വയർ എടുത്തതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ആൽഫ സ്ക്വയർ എടുത്തു, psi ഈക്വൽ ടു 0 കൊടുത്തു. ആൽഫ സ്ക്വയർ എന്താണ്, 8 pi square m e by h square. ഇവിടെ നമ്മൾ റൂട്ട് നോക്കിയിട്ട് ജസ്റ്റ് ആൽഫ സ്ക്വയർ എന്ന് ഇട്ടുന്നാൽ മതി. ഇപ്പൊ നമുക്ക് അവിടെ ഫസ്റ്റ് ടേമിന്റെ സൊല്യൂഷൻ ആയി. സൊല്യൂഷൻ മീൻസ് സൊല്യൂഷൻ അല്ല, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ആൽഫ സ്ക്വയർ ആക്കി. സൊല്യൂഷൻ നമുക്ക് ഇനി എടുക്കണം. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ട ഇനി സെക്കൻഡ് റീജിയൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റീജിയൻ എന്താണ്, നമ്മളോട് വരച്ചിട്ടുണ്ടല്ലോ സെക്കൻഡ് റീജിയൻ. അപ്പോൾ ഇതാണ് സെക്കൻഡ് റീജിയൻ എന്ന് പറയുന്നത്. കണ്ടോ, ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ വെൽ. അപ്പോൾ ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ വെല്ലിനകത്ത് അവിടെ എന്തുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ വെൽ എടുക്കുന്ന സമയത്ത് നമ്മളവിടെ പൊട്ടൻഷ്യലിന്റെ കൺസിഡറേഷൻ എടുക്കേണ്ടി വരും. കാരണം എന്തുണ്ട്, അവിടെ ഇപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ, നമ്മൾ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് പൊട്ടൻഷ്യൽ വന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, കാരണം അത് ഇവിടെ നമുക്ക് ലൈൻ ഉണ്ട്, ഇതാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആയിട്ട് നിലനിൽക്കുന്നത്. ഓക്കെ, അവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്. ദാറ്റ് ഈസ് ഇക്വേഷൻ സെയിം തന്നെയാണ് ഇവിടെ. പക്ഷെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇത് psi1 എന്ന് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് റീജിയനിലെ വേവ് ഫംഗ്ഷൻ ഇതിന് psi1 എന്ന് കൊടുക്കുക. ഇത് സെക്കൻഡ് റീജിയനിലെ വേവ് ഫംഗ്ഷൻ, ഇത് psi2. ഞാനിപ്പോൾ എഴുതിയ രണ്ടിലും psi ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യുക, psi1 എന്നും ഇതിന് psi2 എന്നും മാറ്റുക. psi2 എന്ന് മാറ്റുക. അവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ സെക്കൻഡ് റീജിയൻ, അവിടെ നമുക്ക് d square psi2 by
dx square plus 8 pi square m by h square e psi minus v0 psi equal to 0. അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് e minus b എന്നൊരു ഇക്വേഷൻ ഉണ്ട്. മോസ്റ്റ്ലി നമുക്ക് e മൈനസ് ബി എന്നാണ് അവിടെ ഇക്വേഷനിൽ വരേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ 0 ആയതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, അവിടെ നമുക്ക് 0 വരാത്തത്. അപ്പൊ അതിന് പകരം ഇവിടെ നമുക്കിപ്പോ എന്ത് വന്നു, ആ വിക്ക് പകരം v0 വന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. v0 ദാറ്റ് ഇസ് e psi മൈനസ് v0 psi is equal to 0 കിട്ടും. ഇത് റീജിയൻ ഏതാണ്? അപ്പൊ നമ്മൾ ഇവിടുത്തെ റീജിയനിൽ ഇത് നമ്മൾ 0 ആക്കി എടുക്കുന്നുണ്ട്, ഇത് നമ്മൾ a എന്ന് എടുക്കുന്നുണ്ട്, ഇത് നമ്മൾ മൈനസ് b എന്ന് എടുക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ ഒരു ഇക്വേഷൻ പറയും, a പ്ലസ് b എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പീരിയോഡിസിറ്റി ആണ്. ഓക്കെ, ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഗ്രാഫിന്റെ പീരീഡ് ആണ് നമ്മൾ a പ്ലസ് ബി എന്ന് പറയുന്നത്. നമുക്ക് നോക്കുക പറയുന്ന സമയത്ത് പറയാം. ഓക്കെ, മൈനസ് ബി ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഈ ഒരു റീജിയൻ എന്ത് ചെയ്ത് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. ഇനി അടുത്ത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന മീൻസ് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ 8 പൈ സ്ക്വയർ എം ബൈ എച്ച് കട്ട് സ്ക്വയർ ഇ മൈനസ് ഐ v0 ഇത്രയും ടേമിന് എന്തായിട്ട് കൊടുക്കുക, ഇത്രയും ടേമിന് ദാറ്റ് ഈസ് വിൽ ബി മൈനസ് ബി സ്ക്വയർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതെന്താണ് അവിടുത്തെ മൈനസ് ബി സ്ക്വയർ ആണ്. ഇക്വേഷനെ കൊണ്ട് ശ്രദ്ധിക്കുന്നത് മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, മൈനസ് ബി സ്ക്വയർ. അപ്പൊ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് തിരിച്ചെഴുതി വരും, മൈനസ് പുറത്ത് വരും, അതിനുവരെ ഞാൻ എന്ത് ചെയ്തു അകത്ത് തിരിച്ചെഴുതി. ദാറ്റ് ഇസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 പൈ സ്ക്വയർ എച്ച് ബൈ 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു v0 മൈനസ് ഇ എന്നിട്ട് ഇവിടെ ഇ മൈനസ് v0 ആണ്, തിരിച്ചെടുക്കുമ്പോൾ മൈനസ് വാല്യൂ വരുമ്പോൾ എന്തായിട്ട് മാറും, അത് v0 മൈനസ് ഇ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇപ്പോൾ നമുക്ക് രണ്ട് റീജിയന്റെയും എന്ത് കിട്ടി, ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് രണ്ട് റീജിയനും കിട്ടി. ഫസ്റ്റ് റീജിയന്റെയും കിട്ടി, സെക്കൻഡ് റീജിയന്റെയും കിട്ടി. ഓക്കെ, അപ്പൊ ഇനി ഇതിപ്പോ ഫസ്റ്റ് പാർട്ട് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഒന്നാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതിന്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യുക, ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒന്നാമത്തേന് 1 എന്നും രണ്ടാമത്തിന് 2 എന്നും കൊടുത്തു. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ സൊല്യൂഷൻസ് എടുക്കേണ്ട മെത്തേഡ് മീൻസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോച്ച് ഫംഗ്ഷൻ എടുക്കണം. ഓക്കെ, psi of x ഈക്വൽ ടു uk of x ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആൽഫ എക്സ് എന്ന് പറയുന്ന ബ്ലോച്ച് ഫംഗ്ഷൻസ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻസ് എടുക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ എടുത്ത് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റ് ആയിട്ട് പോകണ്ട, കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്കത് മറന്നു പോകാം. നമുക്ക് അത്രയും അത്യാവശ്യമുള്ള കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, സൊല്യൂഷൻസ് അവിടെ കൊണ്ടെത്തിച്ചാൽ മതി. ബൈ അപ്ലൈയിങ് ദ ബ്ലോച്ച് ഫംഗ്ഷൻ വി ഗെറ്റ് ദ സൊല്യൂഷൻ ആസ് എന്ന് എഴുതിയാൽ മതി. ആ സൊല്യൂഷൻ ഇവിടെ കാണിക്കണം എന്ന് നിർബന്ധമില്ല അവിടെ. ഓക്കെ, അപ്പൊ ആ സൊല്യൂഷൻസ് എടുക്കാനായിട്ട് എന്ത് ചെയ്യുക, സൊല്യൂഷൻസ് എടുക്കാനായിട്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത് ബ്ലോച്ച് ഫംഗ്ഷൻ ആണ്. ഓക്കെ, psi of x എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ uk of x e raised to minus alpha x. ഓക്കെ, സോറി, e raised to minus e raised to ikx എന്നൊരു എഴുതി തരാം. ദാറ്റ് ഈസ് psi of x is equal to uk of x e raised to ikx. ഇതാണ് ബ്ലോച്ച് ഫംഗ്ഷൻ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും ഡി സൈ ബൈ ഡി എക്സ് സ്ക്വയറും ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയറും എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ കൊടുക്കേണ്ട വാല്യൂസ് കിട്ടും. അപ്പൊ അത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നമ്മൾ കിട്ടിയ ഈ ഒരു ഇക്വേഷന്റെ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0. അപ്പൊ അതിന്റെ സൊല്യൂഷൻ നോക്കാം. അപ്പൊ നമ്മൾ സൊല്യൂഷൻസ് എടുക്കുമ്പോൾ എയും ബിയും എന്ന രണ്ട് കോൺസ്റ്റന്റ്സ് വരും. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷനിൽ എയും ബിയും രണ്ട് കോൺസ്റ്റന്റ് വരും. എ ഇ റൈസ് ടു ഐ ആൽഫ എക്സ് പ്ലസ് ബി എക്സ്പോണൻഷ്യൽ, ഇത് ബി ആണ് കേട്ടോ, ബി ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എക്സ് എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷന്റെ, ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ എഴുതി. സൊല്യൂഷൻ എഴുതാൻ എളുപ്പമാണല്ലോ, കാരണം നമ്മൾ എന്ത് ചെയ്താൽ മതി, എ എക്സ്പോണൻഷ്യൽ ഐ ആൽഫ എക്സ് പ്ലസ് ബി എക്സ്പോണൻഷ്യൽ മൈനസ് ഐ ആൽഫ എക്സ്, ജസ്റ്റ് ആ ഒരു വാല്യൂസ് എക്സ്പോണൻഷ്യൽ ടേം കൂടി കൊണ്ട് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് കിട്ടാം. ഇനി അടുത്ത സൊല്യൂഷൻ എന്താണ്, അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ സൊല്യൂഷൻ വേണം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു 0 ആണ്. അവിടെ ബീറ്റയുടെ ടേംസ് ആണ് ഇതിന്റെ സൊല്യൂഷൻസ് കിട്ടേണ്ടത്. ഇവിടെ നമ്മളിപ്പോൾ എയും ബിയും എടുത്തുകൊണ്ട് അടുത്ത് ഞാൻ സെക്കൻഡ് സൊല്യൂഷനിൽ എടുക്കുന്നത് സൈ 2ന്റെ വാല്യൂ ഞാൻ അവിടെ സി എക്സ്പോണൻഷ്യൽ ബീറ്റ എക്സ് പ്ലസ് ഡി എക്സ്പോണൻഷ്യൽ മൈനസ് ബീറ്റ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ സൊല്യൂഷൻ ആണ് ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചത്. കണ്ടോ, സൊല്യൂഷൻ ഓഫ് second equation, that is psi 2 of x is equal to c exponential beta x plus d exponential beta x എന്ന് മൈനസ് ബീറ്റ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതിനെ ഇക്വേഷൻ നമ്പർ 3 എന്നും 4 എന്നും ലേബൽ ചെയ്യുക. അപ്പൊ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. എന്ത് ചെയ്തു, നമ്മൾ സൊല്യൂഷൻസ് എടുത്തു. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് എഴുതുക.
Okay, step 1, write the Schrodinger equation for first region and second region. Step 2 എന്താണ്? Step 2 എന്ന് പറയുന്ന find the solutions for the equation 1 and 2. Okay. ഇനി അടുത്ത് നോക്കുക. അപ്പോൾ അവിടുത്തെ ഈ psi1 ഉം psi2 എന്താണ്? ബ്ലോച്ച് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ബ്ലോച്ച് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്, നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ഡെറിവേഷൻ. അപ്പോൾ ഡെറിവേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോച്ച് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ഡെറൈവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവിടെ psi1 ഉം psi2 ഉം ബ്ലോച്ച് ഫംഗ്ഷൻസ് ആണ്. ഇനി അതുപോലെ എയും ബിയും സിയും ഡിയും എന്താണ്? എ ബി എന്ന് പറയുന്ന ഫസ്റ്റ് റീജിയന്റെ കോൺസ്റ്റൻസും സി ഡി എന്ന് പറയുന്ന സെക്കൻഡ് റീജിയന്റെ കോൺസ്റ്റൻസും. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതി. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് വി ആർ റൈറ്റിംഗ് ദ സൊല്യൂഷൻസ് ഫോർ ദ ഇക്വേഷൻ 1 and 2 ബൈ യൂസിങ് ദ ബ്ലോച്ച് ഫംഗ്ഷൻസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ്. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്സ് ആണ് ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് psi1 of x at x is equal to 0 which is equal to psi2 of x is equal to 0. അതായത് x 0 ആവുന്ന സമയത്ത് psi1ന്റെ വാല്യൂ psi2ന്റെ വാല്യൂ എന്താ? ഈക്വൽ ആവും. x 0 മീൻസ് ഈ ഒരു പൊട്ടൻഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ കണ്ടോ? ഈ റീജിയനിൽ എന്താണ്? ഇവിടെ കണ്ടോ 0 വാല്യൂ വന്നിരിക്കുന്നത്. ഇതാണ് psi1 of x is equal to 0 at x is equal to 0യും psi2 of x രണ്ടും എന്താണ്? സെയിം ഒരു ബാരിയറിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് രണ്ട് നമുക്ക് അവിടെ ഈക്വൽ എന്ന് കിട്ടിയത്. ദാറ്റ് ഈസ് അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ എടുത്ത ഈ ഒരു വേവ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് d psi1 by dx at x is equal to 0 and d psi2 by dx at x is equal to 0 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ ഇതിന്റെ സൈഡ് വൈസ് ഉള്ള ബൗണ്ടറി കണ്ടീഷൻസ് നോക്കുകയാണ്. അപ്പോൾ psi1ന്റെ ബൗണ്ടറി ഏതാണ്? psi1ന്റെ ബൗണ്ടറി നോക്കിക്കഴിഞ്ഞാൽ psi1ന്റെ ബൗണ്ടറി എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് വേവ് ഫംഗ്ഷന്റെ ബൗണ്ടറി ഇതാണ്, a എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ psi2ന്റെ ബൗണ്ടറി ഏതായിരിക്കും? അതവിടെ നമുക്ക് മൈനസ് ബി ആയിരിക്കും. കണ്ടോ, ഇതാണ് മൈനസ് ബി എന്ന് പറയുന്ന ബൗണ്ടറി. നമ്മൾ രണ്ട് ഓരോ എൻസും, ബൗണ്ടറി മീൻസ് ഓരോ എൻസ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യുന്നത് ബൗണ്ടറി മീൻസ് എന്ന് പറയും. ദാറ്റ് ഈസ് നമുക്ക് അവിടെ എന്ത് കിട്ടി? നമുക്ക് അവിടെ psi1 of x at x is equal to a which is equal to psi2 of x at x is equal to minus b എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക? d psi1 by dx അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ മതി. നമുക്ക് ഒരുപാട് ഡെറിവേഷൻ എടുക്കാനൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഒരുപാട് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്, ഇക്വേഷൻസ് കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് എന്ത് മതി? എഴുതി മാത്രം വെച്ചാൽ മതി. അത് ക്വാണ്ടം മെക്കാനിക്സ് മൊത്തത്തിൽ ഇങ്ങനെയാണ്. നമ്മൾ വലുതായിട്ട് മിക്കത് എന്ത് ചെയ്യേണ്ടി വരില്ല, സോൾവ് ചെയ്യേണ്ടി വരില്ല. നമ്മളൊരു കാണാതെങ്കിൽ പഠിച്ച് എഴുതുന്ന പോലെ അങ്ങ് എഴുതി പോയാൽ മതി, നമുക്ക് എന്ത് കിട്ടും? മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ ക്വാണ്ടം മെക്കാനിക്സും ഇതുപോലത്തെ ടോപ്പിക്സിലേക്ക് പ്രത്യേകത, നമ്മൾ സാധാരണ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യണം. വീണ്ടും ഡെറിവേറ്റീവ് എടുത്ത് സിംപ്ലിഫൈസ് അങ്ങനെ സോൾവ് ചെയ്യണം. ഇത് നമുക്ക് അത്രയും ഇല്ല, ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് എടുക്കുന്നത് മാത്രമേ എഴുതിയേ ഉള്ളൂ, ഡെറിവേഷൻസ് എടുക്കണ്ട സൈഡിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മൾ പറയുന്നത് അവിടുത്തെ ഒരു പീരിയോഡിക് ലാറ്റിസ് ഉണ്ട്. ദാറ്റ് ഈസ് വി ഓഫ് എക്സ് എന്ന് പറയുന്നൊരു പീരിയോഡിക് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ അത് വി ഓഫ് എക്സ് പ്ലസ് എക്ക് എന്താണ്? തുല്യമാണ്. ഓക്കെ, ഫോർ എ പീരിയോഡിക് ലാറ്റിസ് വി ഓഫ് എക്സ് പ്ലസ് എ വിച്ച് ഇസ് ഈക്വൽ ടു വി ഓഫ് എക്സ്. വി ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്നത് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഈക്വൽ ആണെന്ന് പറഞ്ഞു. The wave function will also exhibit the same periodicity of the potential. Okay, അപ്പോൾ ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ് പ്ലസ് എ എന്ന് പറയുന്ന ആ ഒരു ടേമിൽ അവിടെ വരുന്നത് ശരിക്കും എന്താണ്? അത് അവിടുത്തെ പീരിയോഡിക് പൊട്ടൻഷ്യലിന്റെ ടേം ആണ് വരുന്നത്. ഈ എക്സ് പ്ലസ് എ മീൻസ് അവിടുത്തെ പീരീഡ് ആണ്. ഓക്കെ, എക്സ് പ്ലസ് എ പ്ലസ് ബി എന്ന് പറയുന്ന അവിടുത്തെ പീരീഡ് ആണ് വരുന്നത്. അപ്പോൾ പീരീഡും ഇതും എന്താണെന്ന് പറഞ്ഞു? പീരീഡും പൊട്ടൻഷ്യലിന്റെ പീരിയോഡിസിറ്റിയും ഏകദേശം എന്താണ്? അവിടെ നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അത് ഒന്നുകൂടി മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഫിഗർ നോക്കാം. നമ്മൾ സാധാരണ ഗ്രാഫിൽ ഈ ഒരു റീജിയനിൽ നമ്മളുടെ പീരീഡ്സ് മാർക്ക് ചെയ്യുന്നത്, ടൈം പീരീഡ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്രത്തോളം അത് ഓസിലേറ്റ് ചെയ്യുന്നു, അപ്പോൾ അതിന്റെ പീരീഡും നമ്മുടെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിരിക്കും അത് അവിടെ നമുക്ക് സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഫോർ എ പീരിയോഡിക് ലാറ്റിസ് വി ഓഫ് എക്സ് പ്ലസ് എ ഈക്വൽ ടു വി ഓഫ് എക്സ്, ദ ഫംഗ്ഷൻ വിൽ ഓൾസോ എക്സിബിറ്റ് ദ സെയിം പീരിയോഡിസിറ്റി ഓഫ് ദ പൊട്ടൻഷ്യൽ. ഓക്കെ, പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, അവിടെ പീരിയോഡിസിറ്റി എന്തായിരിക്കും? സെയിം ആയിട്ട് വരും. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇത് നമ്മൾ ബ്ലോച്ച് തിയറത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ബ്ലോച്ച് തിയറം നമ്മൾ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് സൈ കെ ഓഫ് എക്സ് ഈക്വൽ ടു സൈ കെ ഓഫ് എക്സ് പ്ലസ് എ പ്ലസ് ബി ഈക്വൽ ടു സൈ കെ ഓഫ് എക്സ് എക്സ്പോണൻഷ്യൽ ഐ കെ ടു എ പ്ലസ് ബി. അതായത് നമ്മൾ എക്സ് കടന്നെടുത്തെല്ലാം എന്ത് ചെയ്തു? എക്സ് കടന്നെടുത്തെല്ലാം നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്തു? വി ഓഫ് എക്സിന് എക്സ് പ്ലസ് എ എന്ന് കൊടുത്തു. അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് തിരിച്ചെഴുതുവാണ്, വേറൊന്നും ചെയ്തില്ല. ഈ ഒരു ഇക്വേഷനെ തന്നെ എന്ത് ചെയ്യുവാണ്? ഇതിപ്പോ സൈ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിടക്കുന്ന എ ഈക്വൽ ടു ബി പ്ലസ് സി എന്ന് കിടന്നതിന് എന്ത് ചെയ്യുവാണ്? ബി ഇൻറ്റു സി, ബി പ്ലസ് സി അല്ല, ബി ഇൻറ്റു സി എന്ന് കിടന്നതിനെ ദാറ്റ് ഈസ് മാറ്റി എഴുതി. ബി ഈസ് ഈക്വൽ ടു
സി ബൈ എ എന്നാക്കി. അപ്പോൾ അത്ര മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതായത് ഇപ്പോൾ എയും ബിയും സിയും ആണെങ്കിൽ ഇവിടെ ബിയുടെ വാല്യൂ ഇവിടെ വന്നു. കണ്ടോ, ബി ഇവിടെ വന്നു. അടുത്ത എക്സ് പ്ലസ് എ ഇവിടെ വന്നു. ഇപ്പോൾ ഡിവൈഡ് ബൈ വരാത്ത എന്ത് ചെയ്തു, എക്സ്പോണൻഷ്യൽ നമ്മൾ 1 ബൈ ഇ റൈസ് ടു എക്സിന് പകരം ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് എഴുതിയാൽ മതി. അതാണ് ഇവിടെ ഒരു മൈനസ് വാല്യൂ വന്നത്. കണ്ടോ, അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്, നമ്മളവിടെ തിരിച്ചാണ് കേട്ടോ, എ ബൈ സി അങ്ങനെ വരത്തുള്ളൂ. ബി സിക്കൽ ടു എ ബൈ സി. ഓക്കെ, അങ്ങനെയാണ്. 1 ബൈ സി വരെ വന്നു അല്ലെ, 1 ബൈ എക്സ്പോണൻഷ്യൽ കെ ഇൻറ്റു എ പ്ലസ് ബി എന്ന് വന്നു. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 10 കിട്ടി, 9 കിട്ടി. ഓക്കെ, 9th ഇക്വേഷന്റെ റിവേഴ്സ് ഫോം ആണ് എന്ത്, 10 ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതി സൈ കെ ഓഫ് എക്സിലോട്ട് മാറ്റി എഴുതി. ഇനി അടുത്ത് നമ്മളോട് കണ്ടീഷൻസ് കൊടുക്കുകയാണ്. കണ്ടീഷൻസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു എ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്നും എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, കണ്ടീഷൻസ് കൊടുക്കുക. ഇവിടെ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിലൊക്കെ അപ്ലൈ ചെയ്യാൻ പോകണം. എക്സിന്റെ വാല്യൂ മൈനസ് ബി എന്ന എക്സിന്റെ വാല്യൂ എ എന്നും പറഞ്ഞ് എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പൊ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ സെവൻത് ഇക്വേഷനിലോട്ട്, സെവൻത് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ ആണ്. ഇതാണ് സെവൻത് ഇക്വേഷൻ. അപ്പോൾ സെവൻത് ഇക്വേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മൈനസ് ബിയുടെ വാല്യൂ കൊടുത്തു നോക്കാം. അതായത് സൈ ടുവിന്റെ വാല്യൂ ആണല്ലോ, സൈ ടുവിന്റെ അവിടെ നമുക്ക് മൈനസ് ബി കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതാണ് ആ വാല്യൂ. അതിൽ കെക്ക് പകരം നമ്മൾ 2 കൊടുത്തു, സൈ ടു സെക്കൻഡ് വാല്യൂ. ഇത് നമ്മുടെ ജനറൽ വാല്യൂ ആണ്. അതെന്ത് ചെയ്യുക, സെക്കൻഡ് വാല്യൂ കൊടുക്കുക. അത്രേ ഉള്ളൂ വ്യത്യാസം. സെക്കൻഡ് വാല്യൂ കൊടുത്തു. ആൻഡ് ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, എക്സിന്റെ സ്ഥാനത്ത് ആദ്യം മൈനസ് ബി കൊടുക്കണം. അപ്പൊ ഈ ഒരു വാല്യൂ എടുത്തതിന് ശേഷം എക്സിന്റെ സ്ഥാനത്ത് ഞാൻ മൈനസ് ബി ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ ഈ ടേമിൽ എന്ത് ചെയ്തു, ഈ ടേം എന്ന് വെച്ചാൽ ഇതാണ് ശരിക്കും. ഇതിപ്പോ സൈ കെ നടപ്പുണ്ട്, ഇതിനെ സൈ ടുയിലോട്ട് മാറ്റുക. ഓക്കെ, അപ്പൊ സൈ ടുയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതിപ്പോ എന്തായിട്ട് മാറും, ദാറ്റ് ഈസ് സൈ വണ്ണിലോട്ട് മാറ്റും. സൈ വൺ എക്സ് പ്ലസ് എ പ്ലസ് ബി എന്നായിട്ട് മാറും. അതിലാണ് നമ്മൾ എക്സിന് വരെ എന്ത് കൊടുത്തത്, മൈനസ് ബി കൊടുക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ് എക്സിന് വരെ മൈനസ് ബി കൊടുത്തു. അപ്പൊ ഈ മൈനസ് ബിയും ഈ മൈനസ് ബി എന്തായിട്ട് പോകും, ക്യാൻസൽ ആയിട്ട് പോകും. രണ്ട് മൈനസ് ബി നമുക്ക് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ, ദാറ്റ് ഈസ് സൈ വൺ ഓഫ് എ ഉണ്ട്, എക്സ്പോണൻഷ്യൽ മൈനസ് ഐ കെ ഓഫ് എ പ്ലസ് ബി ഉണ്ട്. ഓക്കെ, അപ്പൊ സൈ ടു ഓഫ് മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു സൈ വൺ ഓഫ് എ എക്സ്പോണൻഷ്യൽ മൈനസ് ഐ കെ എ പ്ലസ് ബി ഉണ്ട്. ഓക്കെ, ഇതാണ് സെവൻത് ഇക്വേഷൻ. നമ്മൾ സെവൻത് ഇക്വേഷൻ മാറ്റി എഴുതിയത്. നിങ്ങൾ നോക്കുമ്പോൾ തോന്നും ഇവിടെ സെവൻത് ഇക്വേഷൻ ഇത്രയല്ലേ ഉള്ളൂ. ഈ സെവൻത് ഇക്വേഷൻ ശരിക്കും മീൻ ചെയ്യുന്നത് എന്താണ്, അത് സൈ ടു എന്ന് പറയുന്ന ആ ഒരു വേവ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഇക്വൽ ടു മൈനസ് ബി എന്ന് പറയുന്നതും സൈ വൺ ഓഫ് എക്സ് ഇക്വൽ ടു സെയിം ബൗണ്ടറി ആണ്. ഓക്കെ, ബൗണ്ടറി മീൻസ് അവിടെ എന്താണ്, അതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേവ് ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ എന്താണ്, കണ്ടിന്യൂസ് എന്നാണ് അതിന്റെ മീൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലാതെ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിലോട്ട് കൊടുത്തില്ല. ഈ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ബ്ലോച്ച് ഫംഗ്ഷൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു ഡെറിവേഷനോട് കൊണ്ടുവന്നു. അപ്പൊ അതാണ് എന്ത് ചെയ്തത്, വീണ്ടും സെവൻതിൽ അപ്ലൈ ചെയ്തു, അതിനെടുത്ത് ഇവിടെ കൊടുത്തു. അപ്പൊ ഇവിടെ എന്തിനാണ് സെവൻ ഇംപ്ലൈസ് എന്ന് കാണിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഈ സൈ ടു ഓഫ് മൈനസ് ബി എന്ന് പറയുന്നത് സൈ വൺ ഓഫ് എക്ക് ഈക്വൽ ആണ് നമ്മുടെ കാണിക്കുന്നതായിരുന്നു. ഓക്കെ, അതവിടെ പറയുന്നത് ഇതിലാണ്, അതിവിടെ പറയുന്നുള്ളൂ. ബ്ലോച്ച് ഫംഗ്ഷനിൽ ആ ബൗണ്ടറി കണ്ടീഷൻ പറയുന്നില്ല, അത് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഈ സെവൻത് ഇക്വേഷനിലേ പറയുന്നുള്ളൂ. അപ്പൊ ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, സെവൻ ഇംപ്ലൈസ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പൊ സെവൻ എന്ന് പറയുന്ന ഇക്വേഷൻ നോർമലി ഒരു വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ എട്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, എട്ടാമത്തെ ഇക്വേഷൻ അതിന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു. ഓക്കെ, അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സെവൻത് ഇക്വേഷൻ ഇംപ്ലൈസ് എന്ന് പറഞ്ഞ് അത് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഇതേ ടേം തന്നെ അതിന്റെ ഡെറിവേറ്റീവിലോട്ട് എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എട്ടാമത്തെ ഇക്വേഷന്റെ ഇക്വേഷൻ എടുക്കുന്നു, ഇംപ്ലൈസ് വിച്ച് ഗീവ്സ് ദ സൊല്യൂഷൻ, ദാറ്റ് ഈസ് d psi 2 by dx at x is equal to minus b which is equal to d psi 1 by dx at x equal to a exponential minus ik a plus b എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ വേറൊന്നും ചെയ്തില്ല, തൊട്ട് മുമ്പ് ചെയ്യുന്ന ആ ഡെറിവേറ്റീവിന്റെ തൊട്ട് മുന്നേ ചെയ്യുന്ന ആ ഒരു വേവ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്തു, ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്തു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ മോഡിഫിക്കേഷൻ ഒന്നും പറ്റില്ല. ജസ്റ്റ് എന്ത് ചെയ്തു, ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവ് എടുക്കുക മീൻസ് പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഡെറിവേറ്റീവ് ഫംഗ്ഷൻ അവിടെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡെറിവേഷൻ എടുക്കാൻ വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ, അതുകൊണ്ട് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് എഴുതാൻ മാത്രം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അഞ്ചാമത്തെ ആറാമത്തെ ഇക്വേഷനിൽ മൂന്നാമത്തെ നാലാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ത് ചെയ്യണം, അഞ്ചാമത്തെ ആറാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ് മൂന്നാമത്തെ നാലാമത്തെ ഇക്വേഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. അതായത് മൂന്നാമത്തെ നാലാമത്തെ ഇക്വേഷൻ നോക്കുക, മൂന്നും നാലും ഇക്വേഷൻ എന്താണ്, ദാറ്റ് ഈസ് സൊല്യൂഷൻസ് ആയിരുന്നു. കണ്ടോ, അതായത് നമ്മുടെ ഇതിന്റെ സൊല്യൂഷൻസ് ഫസ്റ്റ് ഷ്രോഡിംഗർ ഇക്വേഷന്റെ സെക്കൻഡ് ഷ്രോഡിംഗർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്.
അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക മീൻസ് ഇവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ 5ഉം 6ഉം ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻസ് എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 0 എന്ന് പറഞ്ഞിട്ട് വരുന്ന ബൗണ്ടറി കണ്ടീഷൻ ആണ്. അപ്പോൾ അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എയും ബിയും സിയും ഡിയും എന്താവും ഫ്രീ ആകും. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, റിലീവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേറ്റ് ചെയ്യുന്നത്. എ പ്ലസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഈ തേർഡ് ഇക്വേഷനിലോട്ടും ഫോർത്ത് ഇക്വേഷനിലോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബൗണ്ടറി കണ്ടീഷൻസ് ആയ 5ാമത്തെ 6ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. ഇതാണ് 5ഉം 6ഉം ബൗണ്ടറി കണ്ടീഷൻസ്. ഒന്ന് 5ാമത്തെ അതിന്റെ നോർമലും സെക്കൻഡ് എന്താണ് അതിന്റെ ഡെറിവേറ്റീവ് ഫംഗ്ഷനുമാണ്. എല്ലാം എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്നതാണ്. അത് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഇനി അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, എ പ്ലസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി എന്ന് കിട്ടും. ജസ്റ്റ് അവിടെ ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്കിവിടെ എ പ്ലസ് ബിയും അതുപോലെ തന്നെ സി പ്ലസ് ഡിയും കിട്ടും. ഇതാണ് നമ്മുടെ 13ാമത്തെ ഇക്വേഷൻ. ഓക്കെ, 13ാമത്തെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എക്കും ബിക്കും ആയിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായതല്ലോ. എ എന്ന് വെച്ചാൽ എന്താണ്, അത് ആൽഫ എക്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ആൽഫ എക്സ് എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എ പ്ലസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ആണ്. ആൻഡ് എ ഐ ആൽഫ പ്ലസ് ബി മൈനസ് ഐ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ സി മൈനസ് ബീറ്റ ഡി. അതായത് ഫസ്റ്റ് റീജിയന്റെ കേസിൽ നമുക്ക് കിട്ടിയ വാല്യൂ ആൽഫ സ്ക്വയർ ആയിരുന്നു. സെക്കൻഡ് റീജിയനിൽ കിട്ടിയ വാല്യൂ എന്തായിരുന്നു, അതവിടെ നമുക്ക് ബീറ്റ വാല്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് എ ഐ ആൽഫ പ്ലസ് ബി മൈനസ് ഐ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ സി മൈനസ് ബീറ്റ ഡി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് നോർമലി നമുക്ക് എന്ത് ചെയ്യാം, മാത്തമെറ്റിക്കൽ റൂൾ അനുസരിച്ച് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഐ ആൽഫ ഇൻറ്റു എ പ്ലസ് ബി എന്നും ബീറ്റ ഇൻറ്റു സി മൈനസ് ഡി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, അതിന് സൊല്യൂഷൻസ് കണ്ടെത്തി, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എടുത്തു, നാലാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ്, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക മീൻസ് അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു എന്ന് കൺസിഡർ ചെയ്യുക. അതിനുശേഷം ഈ വാല്യൂസ് ഒന്ന് കാണാൻ പഠിച്ചാൽ എ പ്ലസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി കാണാൻ പഠിക്കാൻ വലിയൊരു കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ പഠിച്ചു വെച്ചാൽ മതി. എന്ത് ചെയ്യുക, പിന്നീട് അതിനുശേഷം നമ്മൾ അവിടെ ഐ ആൽഫ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, ബീറ്റയുടെ സി ഡി ആണെങ്കിൽ ഇവിടെ ബീറ്റയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ അപ്ലൈയിങ് ദ ബൗണ്ടറി കണ്ടീഷൻ 7 in 3 and 4. അടുത്തിനി 7ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ. നേരത്തെ നമ്മൾ 5ാമത്തെ ബൗണ്ടറി കണ്ടീഷനും 6ാമത്തെ ബൗണ്ടറി കണ്ടീഷനും 3 4 കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 7ാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ് ഈ ഒരു തേർഡും ഫോർത്തും ഇക്വേഷനിൽ, തേർഡും ഫോർത്തും മീൻസ് സൊല്യൂഷൻസ് ആയിരുന്നു. ഇക്വേഷൻ ഒന്നുകൂടി എന്നിട്ട് നോക്കുക. നിങ്ങൾ നോട്ട്സ് എഴുതിയതിനു ശേഷം ഈ വീഡിയോ കണ്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും കയ്യിൽ നോട്ട്സ് ഇരിക്കുമ്പോൾ. ഓക്കെ, ഒന്ന് നോക്കുക. അടുത്ത് അപ്ലൈ ബൗണ്ടറി കണ്ടീഷൻ 7 in 3 and 4. അപ്പോൾ psi of a which is equal to, that is psi1 of a which is equal to psi2 of minus b എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, that is a e raised to I alpha a plus b e raised to minus alpha a which is equal to c e raised to minus beta b plus d e raised to ബീറ്റ ബി എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ 7ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ, അതായത് എയും ബിയും, എയും മൈനസ് ബി ഈക്വൽ ബൗണ്ടറി കണ്ടീഷൻ എന്ത് ചെയ്തു, അവിടെ അപ്ലൈ ചെയ്തു. നേരത്തെ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തപ്പോൾ നമുക്ക് ഇത് കിട്ടിയത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തതാണ്, അതിനുശേഷം നമ്മൾ വീണ്ടും 7ാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ് ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിന് ഞാൻ ഇപ്പോൾ ഇക്വേഷൻ, ഓക്കെ, ഇവിടെ ഇക്വേഷൻ നമ്പർ വേണ്ട, ജസ്റ്റ് എടുക്കുക. 15 ഇക്വേഷൻ താഴെ എഴുതിക്കല്ലേ, ബ്രാക്കറ്റ് ചെയ്ത്, നമുക്ക് വേറെ ആവശ്യം വരത്തില്ല പെട്ടെന്ന്. അപ്പൊ അടുത്ത് നമുക്ക് ഇതിനെടുത്ത് എന്ത് ചെയ്യുക, ഈ കിട്ടിയ വാല്യൂനെ എടുത്ത് 11ാമത്തെ ഇക്വേഷനിൽ കൊടുക്കുക. 11th ഇക്വേഷൻ എന്താണെന്ന് നോക്കുക. 11th ഇക്വേഷൻ എന്തായിരുന്നു, അത് നമ്മൾ ബ്ലോച്ച് തിയറം അനുസരിച്ചിട്ട് അവിടെ നമ്മൾ 7th ഇക്വേഷനിൽ എക്സ് ഈക്വൽ ടു മൈനസ് ബിയും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ വാല്യൂ ആയിരുന്നു 11th ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ നേരത്തെ ഓർമ്മയില്ല, നമുക്ക് 7ാമത്തെ ഇക്വേഷൻ, 7ാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്തു, എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയതാണ് 11th ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ 11th ഇക്വേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, 11th ഇക്വേഷനിലോട്ട് ഇപ്പോൾ കിട്ടിയ ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. 11th equation means that is psi2 of minus b into psi1 of a exponential ik of x plus b എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, substituting 11, that is c e raised to minus beta b plus d e raised to b beta b is equal to e raised to minus k into a plus b into a e raised to minus alpha a plus b e raised to minus alpha a. ജസ്റ്റ് നോക്കിയാൽ മതി, ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത് കണ്ടോ, ഇവിടെ psi2 of b ഉണ്ടായിരുന്നു. ഓക്കെ, ഈ psi2 of b ക്ക് പകരം ഇവിടെ നമുക്ക് എന്തുണ്ട്, psi2 of b ഉണ്ട്. psi2 of b എന്താണ്, psi2 of b എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ c e raised to minus beta b plus ആണ്. ജസ്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സൈ2 ഇതാണ്, സൈ1 ഇതാണെന്ന് നമ്മൾ ജസ്റ്റ് എഴുതിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നത്. ഇപ്പോൾ ഇത് സൈ1ന്റെ വാല്യൂ ആണ്, സൈ1ന്റെ വാല്യൂ, ഇത് സൈ2ന്റെ വാല്യൂ. ജസ്റ്റ് രണ്ട് നമ്മൾ എന്ത് ചെയ്തു, 11th ഇക്വേഷനിലോട്ട് കൊടുത്തു. 11th ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു 11th ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് 11th ഇക്വേഷൻ. ഇതിലോട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ് ചെയ്തത്, സബ്സ്റ്റിറ്റ്യൂട്ട്, ദാറ്റ് ഈസ് c e raised to minus beta b plus t e raised to beta b, which is equal to e raised to minus ik a plus b into a e raised to I alpha a plus b e raised to minus I alpha എന്ന് കൊടുത്തു. ഇതാണ് 15th ഇക്വേഷൻ. ഇനി 8th ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഓരോ ബൗണ്ടറി കണ്ടീഷൻസുമായിട്ട് എന്ത് ചെയ്യുകയാണ്, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 5 മാർക്ക് ഡയറക്റ്റ് കൊടുത്തു, കാരണം 5 മാർക്കിലും ഡെറിവേറ്റീവ് അതിന്റെ നോർമൽ വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു, 0 ആയിരുന്നു, അതുകൊണ്ടാണ് രണ്ട് ഡയറക്റ്റ് കൊടുത്തത്. പക്ഷേ 7th 8th സീറോസ് അല്ല, അവിടെ മൈനസ് ബീറ്റ, അതേ മൈനസ് ബിയും മൈനസ് എയും നമുക്കൊന്നുണ്ട്, രണ്ട് ബൗണ്ടറീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് രണ്ട് ഒന്നിച്ച് കൊടുക്കാൻ പറ്റില്ല, രണ്ടായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത് വീണ്ടും ആ സൊല്യൂഷൻസിലോട്ട് 8th ബൗണ്ടറി കണ്ടീഷൻ. 8th ബൗണ്ടറി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 0, സെക്കൻഡ് വേവ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു ബി. ഇതാണ് 8th വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 8th വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യുക, 8th സൊല്യൂഷൻ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് d psi1 by dx at x equal to 0, x equal to a is equal to d psi2 by dx at x is equal to minus b എന്ന് കിട്ടി. And a I alpha e raised to I alpha minus b I alpha e raised to minus I alpha equal to c into beta e raised to minus beta b d into beta e raised to beta b എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇത് 8th ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യും, സൊല്യൂഷൻസിലോട്ട് അപ്ലൈ ചെയ്യും. രണ്ട് സൊല്യൂഷൻസിലോട്ടും അപ്ലൈ ചെയ്തു. ആ ബൗണ്ടറി കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ഈക്വൽ ആക്കാൻ പറ്റിയത്. അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ സൈ1 സൊല്യൂഷൻ നമ്മൾ 3 എന്ന് പറഞ്ഞ് മാത്രം എഴുതിയിരുന്നു, സൈ2ന്റെ സൊല്യൂഷൻ എന്ത് ചെയ്തു, 4 എന്ന് മാത്രം എഴുതി. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ബൗണ്ടറി കണ്ടീഷൻ, ഒരു കണക്ഷൻ, ഒരു ജോയിന്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കണം. എന്നാൽ നമുക്ക് ഈക്വലിന് അപ്പുറം ഇപ്പുറത്തും എഴുതാൻ പറ്റുള്ളൂ, രണ്ട് വേവ് ഫംഗ്ഷൻ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതെടുത്തതിന് ശേഷം 12th ഇക്വേഷനിലോട്ട്, 12th ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ 8th ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു, 8th ബൗണ്ടറി കണ്ടീഷനിൽ നമ്മളവിടെ എക്സ് ഇക്വൽ ടു മൈനസ് ബിയും എക്സ് ഇക്വൽ ടു എയും കൊടുത്തു വെച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് 12th ഇക്വേഷൻ. ഈ 12th ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുക, ഇപ്പൊ കിട്ടിയ വാല്യൂവിനെ കൊടുക്കുക. അപ്പൊ ആദ്യം നമ്മൾ 7th ഇക്വേഷൻ സോൾവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 11th ഇക്വേഷനിൽ കൊടുത്തു. ഇനി അതുപോലെ 8th ഇക്വേഷൻ സോൾവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 12th ഇക്വേഷനിലോട്ട് കൊടുത്തു. അപ്പൊ 12th ഇക്വേഷൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കമ്പയർ ചെയ്ത് നമുക്ക് കിട്ടും എങ്ങനെ കൊടുത്തതിനെ കുറിച്ചിട്ട്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി, സി ബീറ്റ ഇ റൈസ് ടു മൈനസ് ബീറ്റ ബി മൈനസ് ഡി ബീറ്റ ഇ റൈസ് ടു ബീറ്റ ബി വിച്ച് ഇസ് ഈക്വൽ ടു I alpha e raised to minus ik a plus b into a e raised to I alpha minus b e raised to minus I alpha എന്ന് കിട്ടും. ഇതെന്താണ്, 16th ഇക്വേഷൻ ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഓരോ ഇക്വേഷൻ, അപ്പൊ 13th ഇക്വേഷൻ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്താണ്. 14th ഇക്വേഷൻ ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട്. 13th ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ആണ്, a plus b equal to c plus b. 5th ഇക്വേഷൻ കൊടുത്തപ്പോൾ കിട്ടിയത്. അടുത്ത 6th ഇക്വേഷൻ കൊടുത്ത സമയത്ത് കിട്ടിയാണ് I alpha into a plus b equal to beta into c minus d എന്ന് പറയുന്നത്. അടുത്ത് 7th ഇക്വേഷൻ, 7th ബൗണ്ടറി കണ്ടീഷൻസിൽ കൊടുത്തപ്പോൾ കിട്ടിയതാണ് ഈ ഒരു 15th ഇക്വേഷൻ. ദാറ്റ് ഈസ് c e raised to, ഈ ഒരു ഇക്വേഷൻ c e raised to minus beta b plus d e raised to beta b is equal to e I k into a plus b a e raised to I alpha plus b മൈനസ് ഐ ആൽഫ എന്ന് കിട്ടിയത് 15th ഇക്വേഷൻ. 16th ഇക്വേഷൻ 8th ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് 12th ഇക്വേഷൻ കൊടുത്തപ്പോൾ കിട്ടിയത് 16th ഇക്വേഷൻ. ഓക്കെ, 16th ഇക്വേഷൻ, ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എടുത്തെഴുതുക. നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എടുത്തെഴുതി ഈക്വൽ ടു 0ക്ക് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്ത് എഴുതുക. നമുക്ക് അറിയാൻ അടുത്തതിന്റെ യൂസ് ഉണ്ട്. അടുത്ത് നമുക്ക് മെട്രിക്സ് ഫോം ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഇക്വേഷൻസും ഈക്വൽ ടു 0 കിട്ടിയ ആൻസർ കിട്ടിയ എല്ലാ റിസൾട്ടിനെ എടുത്ത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പൊ 1th ഇക്വേഷൻ 17th ഇക്വേഷനൊക്കെ എഴുതി a plus b minus c minus d is equal to 0. അടുത്തത് എന്താണ്, ഐ ആൽഫ, ഇതൊക്കെ ഐ ആണ് കേട്ടോ, സ്കാൻ ചെയ്തപ്പോൾ മാറിപ്പോയതാണ്, 1 അല്ല, ഇതെല്ലാം ഐ ആണ്. ഐ ആൽഫ ഇൻറ്റു എ മൈനസ് ബീറ്റ മൈനസ് ബീറ്റ ഇൻറ്റു സി മൈനസ് ഡി ഇറ്റ്സ് ഈക്വൽ ടു 0. 18th ഇക്വേഷൻ. അടുത്ത് 15th ഇക്വേഷൻ ഈക്വൽ ടു 0 ആക്കിയ സമയത്തുണ്ട് 19th ഇക്വേഷൻ. അതുപോലെ 16th ഇക്വേഷൻ ഈക്വൽ ടു 0 ആക്കിയ സമയത്ത് ഈ ഒരു ഇക്വേഷൻ ഇപ്പുറത്ത് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഈക്വൽ ടു 0 ആക്കുക. അപ്പൊ ഇതെല്ലാം മൈനസ് വാല്യൂ ആവും, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ,
അപ്പൊ ഇത്രയും ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മെട്രിക്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ ഫൈൻഡിങ് ദ സൊല്യൂഷൻ വി ഹാവ് എ നോൺ വാനിഷിംഗ് സൊല്യൂഷൻ. അപ്പൊ ഇത് നമുക്ക് എന്തുണ്ട്, ഒരു എക്സാക്ട് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും കിട്ടിയ ഈ വാല്യൂസിന് നമുക്കൊരു എക്സാക്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കണം. ഓക്കെ, അപ്പൊ അവിടെ എല്ലാത്തിന്റെയും എയും ബിയും സിയുടെയും കോഎഫിഷ്യന്റ് വെച്ചുകൊണ്ട് കോഎഫിഷ്യൻസ് വാനിഷ് ആവും. അപ്പൊ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ഡിറ്റർമിനന്റ് ഫോം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യേണ്ട, ജസ്റ്റ് ഫോം ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഡിറ്റർമിനന്റ് ഫോം ചെയ്യാനായിട്ട് ഇതിന്റെ എല്ലാം കോഎഫിഷ്യന്റ് കണ്ടോ. അപ്പൊ എയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, അടുത്ത് ബിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, അത് ഇവിടെ എഴുതി. ഓരോ വാല്യൂസ് എന്ത് ചെയ്യാം, ഇപ്പൊ 4 കോഎഫിഷ്യൻസ് ആയിരിക്കും വരുന്നത്, ടോട്ടലി 4 എണ്ണം വരും. എ പ്ലസ് ബി മൈനസ് സി മൈനസ് ഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ സിയുടെ കോഎഫിഷ്യന്റ് എന്താണ്, സിയുടെ കൂടെ വരുന്നത് -1 ആണ്, ആൻഡ് ഡിയുടെ വാല്യൂ അതും -1 ആണ്. അടുത്ത ഫംഗ്ഷൻ നോക്കുക, ഇവിടെ ഇതിനെ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ദാറ്റ് ഈസ് എ ഐ ആൽഫ മൈനസ് ബി ഐ ആൽഫ ബീറ്റ സി മൈനസ് ബീറ്റ സി പ്ലസ് ബീറ്റ ഡി എന്നിട്ട് കണ്ടോ, ആ വാല്യൂസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന കോഎഫിഷ്യൻസ് എല്ലാം എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓരോന്നായിട്ട്. അത് ഈക്വൽ ടു 0 ആക്കുക. അപ്പോൾ ഡിറ്റർമിനന്റ് 0 മീൻസ് അവിടെ എന്താണ്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ഈ ഒരു ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടെന്നാണ് മീൻ ചെയ്യുന്നത്. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എടുത്ത് കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാനില്ല, കാരണം ഈ ക്രോണിക് പെനി മോഡൽ BSc ലെവലിലും MSc ലെവലിലും ഒരുപോലെ ചോദിക്കുന്ന essay ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അവർക്കാണ് ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്തെടുക്കേണ്ട പ്രൊസീജിയർ ഒക്കെ ഉള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, സോൾവ് ചെയ്യേണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡിറ്റർമിനന്റ് എഴുതി വെക്കുക. അപ്പൊ ഡിറ്റർമിനന്റ് എഴുതാൻ പ്രത്യേകിച്ച് ഒരു പാടില്ല, ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓരോ വാല്യൂസ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ആവും, ഈക്വൽ ടു 0 കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഓൺ സിംപ്ലിഫൈ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയം കിട്ടുന്ന റിസൾട്ട് ആണ് cos a into a plus b, which is equal to beta square minus alpha square divided by 2 alpha beta into sin alpha a sin h beta b plus cos alpha a cos h beta b. അപ്പൊ ഇത് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ, കാരണം ഒന്നുകിൽ ഇത് കാണാതെ പഠിക്കുക, ഇല്ലെങ്കിൽ ഇത് സൊല്യൂഷൻ ചെയ്യുന്ന പഠിക്കുക. സൊല്യൂഷൻ ചെയ്യുക പഠിക്കുക വെച്ചാൽ പറ്റത്തില്ല. അതിനെക്കാട്ടി ഈസി എന്താണ്, ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കാം, ഈ ഒരു വാല്യൂ. അപ്പൊ ഈ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും വാല്യൂ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇത് കാണാൻ പഠിച്ചേ പറ്റുള്ളൂ. എന്താണ്, cos k a plus b beta square minus alpha square by 2 alpha b sin alpha a sin h. ഓക്കെ, h ഫംഗ്ഷൻ ആണ്, ബീറ്റ ബി പ്ലസ് cos alpha a cos h ബീറ്റ h എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ബീറ്റ ബി ആണ് കേട്ടോ, ഇത് h അല്ല, ഇത് ബീറ്റ ബി 21. ഇതാണ് 21ാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ ഈ ബിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ബിയുടെ വാല്യൂ 0 ആക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ തിക്നെസ് നമ്മൾ പറഞ്ഞു, ഈ സ്ക്വയർ വേവ് പൊട്ടൻഷ്യലിൽ നമ്മൾ ഇൻവേർട്ടഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിക്നെസ് നമ്മൾ 0 ആക്കി കൊടുക്കുകയാണ്. ഇതിന്റെ തിക്നെസ് ടോട്ടലി എന്ത് ചെയ്തു, തിക്നെസ് കംപ്ലീറ്റ് ആയിട്ട് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇതിന്റെ വാല്യൂ 0 ആവുകയാണ്, ഇങ്ങനെ 0 ആവും, അത് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, 0 കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ ഹൈറ്റ്, പൊട്ടൻഷ്യലിന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാണ് V0 ആണ് ഹൈറ്റ്. ഈ V0ക്ക് പകരം അത് എന്ത് ചെയ്യണം, ഇൻഫിനിറ്റി, അതായത് മാക്സിമം ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇത് 0 ആവുന്നു, പൊട്ടൻഷ്യൽ ബാരിയർ 0 ആവുന്നു. അതേപോലെ തന്നെ ഹൈറ്റ് എന്ത് ചെയ്യുന്നു, ഹൈറ്റ് ഇൻഫിനിറ്റിയിലോട്ട് പ്രൊജക്ട് ചെയ്ത് പോകുന്നു. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനാണ് നമ്മൾ ഇപ്പോൾ ഡിറ്റർമിനന്റ് എടുത്തതിന് ശേഷം കിട്ടിയ സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അസ്യൂമിങ് b is equal to b tends to 0 and the height tends to infinity. Okay, height infinity tends to കഴിഞ്ഞാൽ that is the sin h beta b tends to beta b. Okay, അപ്പോൾ sin h beta b എന്തിലോട്ട് ടെൻസ് ചെയ്യും, ബീറ്റ ബിയിലോട്ട്. ഇത് ഹെച്ചിന്റെ വാല്യൂ, ഹൈറ്റിന്റെ വാല്യൂ h ഇൻഫിനിറ്റിയോട്ട് പോയി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ഇൻഫിനിറ്റിയോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ ഒരു വാല്യൂ എന്തിലോട്ട് മാറാം, ദാറ്റ് ഈസ് ദ സൈൻ h ബീറ്റ ബി ടെൻസ് ടു ബീറ്റ ബി ആൻഡ് cos h ബീറ്റ ബി ടെൻസ് ടു 1. ഓക്കെ, അപ്പോൾ സൈൻ h ബീറ്റ ബി ടെൻസ് ടു ബീറ്റ ബി ആൻഡ് cos h ബീറ്റ ബി ടെൻസ് ടു 1. അതായത് ഇവിടുത്തെ വാല്യൂസിൽ എന്ത് ചെയ്യാം, വാല്യൂസിൽ കുറച്ച് സിംപ്ലിഫിക്കേഷൻ വരാം. b0 ടെൻസ് ചെയ്ത് ഹൈറ്റ് ഇൻഫിനിറ്റിയോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ വാല്യൂവിൽ എന്തായിട്ട് മാറും, ഈ ഹൈറ്റ് h, ഇവിടെ നമുക്ക് h എന്നൊരു മീനിങ് അല്ല ഹൈറ്റിന്, ശരിക്കും അതെന്താണ്, പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ്. ഓക്കെ, അത് പൊട്ടൻഷ്യൽ ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഫിനിറ്റിലോട്ട് പോകുന്നത്. ഇത് v ആണ് ഇൻഫിനിറ്റിലോട്ട് ടെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ഓർക്കുക. ഇവിടുത്തെ ഹൈറ്റ് h ആണ്, ഈ സൈൻ h ഹൈറ്റിന്റെ ഫംഗ്ഷൻ ആണെന്ന് പറയില്ല. ഓക്കെ, അത് ഹൈറ്റിന്റെ ഫംഗ്ഷൻ അല്ല, അത് സൈനിന്റെ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സൈൻ h മീൻസ് അവിടെ നമുക്ക് വരുന്നത് എന്താണ്, അത് സൈന്റെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ കാണിക്കുന്നത്. അല്ല ഹൈറ്റ് എന്ന് വിചാരിക്കുന്നത്, ഹൈറ്റ് ഇവിടെ മീൻസ് ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സെന്റിമീറ്ററിലുള്ള ഹൈറ്റ്, ആ ഒരു ലെങ്ത് അല്ല, അത് പൊട്ടൻഷ്യലിന്റെ ലെങ്ത് ആണ് പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഹൈറ്റ് മീൻസ് അതിന്റെ ഹൈറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, അതായത് സൈൻ h എന്ന് വെച്ചാൽ സൈന്റെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അതിന്റെ വാല്യൂസ് കാണും,
എൻട്രി ചെയ്യാൻ പറ്റും നമുക്ക് വാല്യൂസ് സൈൻ എച്ചിന്റെ വാല്യൂസ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ സിംപ്ലിഫൈ ആവും? സിംപ്ലിഫൈ ആവുക മീൻസ് ഇവിടെ സൈൻ എച്ച് ബീറ്റ ബിയുടെ വാല്യൂ ബീറ്റ ബിയുടെ വാല്യൂ എന്താവും? അത് ബി എച്ച് മാത്രമാവും. കോസ് എച്ച് ബീറ്റ ബിയുടെ വാല്യൂ 1 എന്ത് ചെയ്യും? ടെൻഡ് ചെയ്ത് പോകും, ടെൻസ് ടു 1. ആൻഡ് അപ്പോൾ നമ്മുടെ 21ാമത്തെ ഇക്വേഷൻ ഇപ്പൊ എങ്ങനെയായിട്ട് മാറി? അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 21ാമത്തെ ഇക്വേഷൻ കോസ് കെ എ വിച്ച് ഇസ് ഈക്വൽ ടു ഈ കോസ് കെ എ, കാരണം ബി 0 പോയി, അപ്പൊ നമുക്ക് ബിയുടെ വാല്യൂ ഇവിടെ ഇല്ല, ഈ ഇക്വേഷൻ ആണ് മാറ്റുന്നത്, ബിയുടെ വാല്യൂ ഇല്ല. ബാക്കി എന്താണ് വരുന്നത്? ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ, ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആൽഫ ബി ഇൻറ്റു ബീറ്റ ബി സൈൻ ആൽഫ എ പ്ലസ് കോസ് എ എന്ന് കിട്ടും. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഈ കണ്ടീഷൻസ് ഒന്ന് അപ്ലൈ ചെയ്തു. സൈൻ എച്ച് ബീറ്റ ബിക്ക് പകരം ബീറ്റ എച്ച് എന്ന് കൊടുത്തു. ബാക്കി സൈൻ ആൽഫ അതേപോലെ ഇട്ടിട്ടുണ്ട്. കോസ് ആൽഫ എക്ക് പകരം കോസ് ആൽഫ അത് ഇട്ടിട്ടുണ്ട്. കോസ് എച്ച് ബീറ്റ ബിക്ക് പകരം എന്ത് കൊടുത്തു? അത് 1 എന്ന് കൊടുത്തു. ഇത്ര മാത്രമേ അവിടെ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. ദെൻ 21ാമത്തെ ഇക്വേഷൻ ഇങ്ങനെ ആയല്ലോ. അപ്പോൾ നമുക്ക് അതിന് മോഡിഫിക്കേഷൻ വന്നുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാം? 22ാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനിയാണ് നമുക്ക് ഈ ബീറ്റ സ്ക്വയറിന്റെ ആൽഫ സ്ക്വയറിന്റെ വാല്യൂസ് വരുന്നത്. ഞാൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു നമുക്ക് ബീറ്റ സ്ക്വയറിനും ആൽഫ സ്ക്വയറിന്റെ വാല്യൂസിന് ആവശ്യം വരും. അപ്പോൾ അതെന്താണ്? ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ബീറ്റ സ്ക്വയറിന് ആൽഫ സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബീറ്റ സ്ക്വയർ ആൽഫ സ്ക്വയർ എത്രയാണ്? ആൽഫ സ്ക്വയർ 8 പൈ സ്ക്വയർ എം ഇ ബൈ എച്ച് സ്ക്വയറും ബീറ്റ സ്ക്വയർ 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു വി 0 മൈനസ് ഇ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഈ ഒരു വാല്യൂയുടെ ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ ആൽഫ സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ബീറ്റ സ്ക്വയറിന്റെ ആൽഫ സ്ക്വയറിന്റെ വാല്യൂ ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു വി 0 മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, വി 0 മൈനസ് 2 എന്ന് കിട്ടും. അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് ഈ വി 0യുടെ വാല്യൂ ഇയെക്കാട്ടി വെരി മച്ച് ലാർജർ ആയി കഴിഞ്ഞാൽ, ഈ എന്ന് വെച്ചാൽ വേവ് ഫംഗ്ഷന്റെ എനർജി വി 0 മീൻസ് ആ ഒരു പൊട്ടൻഷ്യൽ വെല്ലിന്റെ പൊട്ടൻഷ്യൽ, ഓക്കെ, പൊട്ടൻഷ്യൽ വെല്ലിന്റെ പൊട്ടൻഷ്യൽ ബാരിയർ ഉള്ളതുകൊണ്ട് പൊട്ടൻഷ്യൽ വരാം വി 0. അപ്പോൾ വി 0യുടെ വാല്യൂ വെരി മച്ച് ലാർജർ ദാൻ ഇ, അല്ലെങ്കിൽ ഇ എന്താണ്? വെരി മച്ച് സ്മോളർ ദാൻ വി 0. ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് 2ഇയുടെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഈക്വൽ ടു വി 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ എടുത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ഈ കിട്ടിയ വാല്യൂ ഒന്ന് ഇക്വേഷൻ നമ്പർ 22 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഒരു ബീറ്റ സ്ക്വയറിന്റെയും ആൽഫ സ്ക്വയറിന്റെ വാല്യൂന്റെ സ്ഥാനത്ത് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വേറൊരു സിംപ്ലിഫിക്കേഷൻ ചെയ്യാനില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? ദാറ്റ് ഈസ് കോസ് കെ വിച്ച് ഇസ് ഈക്വൽ ടു 8 പൈ സ്ക്വയർ എം ബൈ 2 ഇൻറ്റു ആൽഫ ബീറ്റ എച്ച് സ്ക്വയർ ഇൻറ്റു വി 0 ബീറ്റ എച്ച് ബീറ്റ ബി സൈൻ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ എന്ന് കിട്ടും. ഓക്കെ, സൈൻ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ എന്ന് കിട്ടും. ദെൻ ഇവിടെ 8/2 ഒക്കെ ക്യാൻസൽ ചെയ്യുക, പറ്റുന്ന ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ എന്താ വരുന്നത്? ക്യാൻസൽ ചെയ്യുമ്പോൾ 4 പൈ സ്ക്വയർ എം എ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു വി 0. അത് ബീറ്റയെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ബീറ്റ ആൽഫയെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സൈൻ ആൽഫ ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എന്ന് കിട്ടി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഇവിടെ നമ്മൾ ആൽഫയും എ ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു, മാറ്റി കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു ടേം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് 4 ഇൻറ്റു പൈ സ്ക്വയർ എം എ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേം ഉണ്ട്. ഈ ഒരു ടേമിന് പകരം മേ ബി ഇത്രയും ടേമിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇത്രയും ടേം നമ്മളിവിടെ പി എന്ന് കൊടുത്തു. ഓക്കെ, പി എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ എം എ ബൈ എച്ച് സ്ക്വയർ വി 0 ബി എന്ന് കിട്ടി. ഇനി കോസ് കെ എന്താണ്? കോസ് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എഴുതിയ വാല്യൂ, അതിന് പകരം നമ്മൾ പി എന്ന് കൊടുക്കുക. കോസ് കെയുടെ ഈക്വൽ ടു വാല്യൂ ആണ് എന്ത് ചെയ്തത്? പി എ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒരു വാല്യൂടെ ഇതിന് പകരം ഇത്രയും ടേംസിന് പകരം എന്ത് ചെയ്തു? പി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെ എന്ത് കൊടുക്കുക? ദാറ്റ് ഇസ് കോസ് കെ ഈക്വൽ ടു പി ഇൻറ്റു സൈൻ ആൽഫ ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എന്ന് കിട്ടി. കോസ് കെയുടെ വാല്യൂ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് കിട്ടി, കോസ് കെയുടെ വാല്യൂ. അപ്പൊ ഈ കോസ് കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വാല്യൂ യൂസ് ചെയ്തിട്ട് ദാറ്റ് ഇസ് പി സൈൻ ആൽഫ ബൈ ആൽഫ എ ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാഫിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കോസ് കെയുടെ വാല്യൂ എങ്ങനെയൊക്കെയാണ് വേരി ചെയ്യുന്നത്? ഈ കോസിന്റെ വാല്യൂ +1ഉം -1ഉം ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വേരി ചെയ്യുന്നത്. ഓക്കെ, കോസിന്റെ വാല്യൂസ് +1 ആയിട്ടും -1 ആയിട്ടും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ വേരി ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഒരു കോസ് കെക്ക് എപ്പോഴും +1ഉം -1ഉം വാല്യൂസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവിടെ വരത്തുള്ളൂ. അപ്പൊ +1ഉം -1ഉം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോറിസോണ്ടൽ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്.
ഇത് ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കണ്ടോ, ഇതെന്താണ്, ഇത് +1ന്റെയും ഇത് അതിന്റെ -1ന്റെയും വാല്യൂസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു വേവ് ഫംഗ്ഷൻ വരച്ചു കഴിഞ്ഞാൽ, ഒരു വേവ് ഫംഗ്ഷൻ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, ഇതാണ് ഒരു വേവ് ഫംഗ്ഷൻ. അപ്പോൾ അത് നമുക്ക് +1ലും -1ലോട്ട് എന്ത് ചെയ്യുന്നത്, വേരി ചെയ്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തില്ല, കംപ്ലീറ്റ്ലി ഒരു +1 വാല്യൂസോ അല്ലെങ്കിൽ -1 വാല്യൂസോ കിട്ടില്ല. കാരണം അവിടെ എന്തുണ്ട്, നമുക്ക് cos k യുടെ വാല്യൂസ് ഉണ്ട്. cos k യുടെ വാല്യൂസ് വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ്ലി ഇത് വേരി ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു വേരിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു പീരിയോഡിക് പൊട്ടൻഷ്യൽ ഇത് എന്ത് ചെയ്യുന്നു, വേരി ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. നമ്മുടെ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുവാണ്, വേരി കണ്ടിന്യൂസ്ലി അത് എന്ത് ചെയ്യുവാണ്, വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു ഗ്രാഫ് കിട്ടുന്നത്, അതായത് പി സൈൻ ആൽഫ ബൈ ആൽഫ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എന്റെ ഗ്രാഫാണ് എന്ത് ചെയ്ത് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് കോസ് കെയുടെ വാല്യൂ +1ഉം അതേപോലെ തന്നെ കോസ് കെയുടെ വാല്യൂ -1ഉം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രാഫിന്റെ മീനിങ്ങിൽ പറയുകയാണെങ്കിൽ, മാത്തമാറ്റിക്കൽ ടേംസിൽ പറയുവാണ്, ഈ ഗ്രാഫിൽ സൈൻ ഒരു സൈൻ മീൻസ് അല്ല, കോസ് കെക്ക് നമുക്ക് വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്, ഈ ഒരു +1ന്റെയും -1ന്റെയും അകത്ത് വരുന്ന വാല്യൂസ് ഹൈലൈറ്റ് കൊണ്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വാലിഡ് ആയിട്ടുള്ള വാല്യൂസ് മീൻസ് നമുക്ക് ഇവിടെ വരുന്നതിൽ ഈ പുറത്തു വന്ന ലൈൻസ് കണ്ടോ, ഈ പുറത്തു വന്ന ലൈൻസ് എന്തല്ല, വാലിഡ് അല്ല. ഇവിടെ വരുന്ന ഈ ലൈൻസ് ഇങ്ങനെ വരച്ചു, അതേപോലെ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു യെല്ലോ കളർ കാണിച്ച ഈ റീജിയൻ അത്രയും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സച്ച് വാല്യൂ ഓഫ് എ റെപ്രസെന്റ് വേവ്ലി സൊല്യൂഷൻ അക്സസിബിൾ, അതർ വാല്യൂസ് ഓഫ് എ ആർ ഇൻഅക്സസിബിൾ. അപ്പൊ ഇതിന് ശേഷം ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന വാല്യൂസ് എന്തായിരിക്കത്തില്ല, അക്സസിബിൾ ആയിരിക്കത്തില്ല. അത് നമ്മൾ പറയുന്ന പേരാണ് പ്രൊഹിബിറ്റഡ് റീജിയൻ അല്ലെങ്കിൽ ഫോർബിഡൻ റീജിയൻ എന്ന് പറയും. ഉണ്ടോ, ഇതിൽ നമുക്ക് ഈ +1ഉം -1ഉം ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഈ ലൈൻസിന് മാത്രമേ എന്തുള്ളൂ, ആക്സസിബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ ഇതിന് പുറത്ത് വരുന്ന ഇതെല്ലാം എന്താണ്, ഇതൊക്കെ ഫോർബിഡൻ റീജിയൻ ആണ്. ഓക്കെ, എനർജിയുടെ ഫോർബിഡൻ ആയിട്ടുള്ള റീജിയൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫോർബിഡൻ റീജിയനും അലോഡഡ് റീജിയനും വരയ്ക്കണം. ഈ ഒരു ഗ്രാഫ് ഒന്ന് നോക്കുക, ഈ ഒരു ഗ്രാഫിൽ കണ്ടോ കറക്റ്റ് ആയിട്ട് അവർ അലോഡഡ് റീജിയനും അതേപോലെ തന്നെ ഫോർബിഡൻ റീജിയനും കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഞാൻ പ്ലോട്ട് ചെയ്ത ഗ്രാഫിനെ കുറച്ചുകൂടി ക്ലിയർ ഉണ്ട് ഇത്. അപ്പൊ ഇതിൽ നമുക്ക് +1നും -1ഉം ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഈ ഒരു റീജിയനെ പറയുന്നപ്പോഴാണ് അലോഡഡ് റീജിയൻ. ഓക്കെ, അവിടെ അപ്പോൾ ഇലക്ട്രോൺസിന് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പൊ മറ്റൊരു റീജിയൻ അതിന് പുറത്ത് വരുന്ന ഈ ഒരു +1നും -1നും പുറത്ത് വരുന്ന റീജിയൻ എന്ത് പറയും, അത് നമ്മൾ പറഞ്ഞ പേര് ഫോർബിഡൻ റീജിയൻ. ദാറ്റ് ഈസ് ഇക്വേഷൻ 13 മീൻസ് ആ ഒരു ഡെറിവേഷൻ നമുക്ക് ഇവിടെ വരുന്ന ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ ആണ്, ആ പിയുടെ വാല്യൂ വരുന്ന ഇക്വേഷൻ ആണ്. That equation satisfy only those values a for the curve lies between cos k is equal to +1 and cos k equal to -1. Such area represent the wave like a solution and are accessible. Other values a are inaccessible. Hence the region here a values which are not +1 or -1 are prohibited or called a forbidden band. Okay, we prohibited ആയിട്ടുള്ള ആ ഇതിനെ പറയുന്നത് എന്താ, forbidden region എന്ന് പറയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, forbidden band എന്ന് പറയുക. Okay, ക്രോണിക് പെനി മോഡൽ നമുക്ക് ബേസിക്കലി ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുത്തു. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുത്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫസ്റ്റ് റീജിയനും സെക്കൻഡ് റീജിയൻ കൺസിഡർ ചെയ്തു. അതിനുശേഷം അതിന്റെ സൊല്യൂഷൻസ് എടുത്തു. സൊല്യൂഷൻസ് എടുക്കാൻ യൂസ് ചെയ്ത് ബ്ലോച്ച് തിയറം ആണ്. ബ്ലോച്ച് തിയറം അപ്ലൈ ചെയ്ത് സൊല്യൂഷൻസ് എടുത്തു. സൊല്യൂഷൻസ് എടുത്തതിന് ശേഷം അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എടുക്കുക. ബൗണ്ടറി കണ്ടീഷൻസ് 4 ബൗണ്ടറി കണ്ടീഷൻസ് വരും. അന്ന് 2 എണ്ണമാണ് വരുന്നത്, അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് 4 ബൗണ്ടറി കണ്ടീഷൻസ് വരും ഇക്വേഷൻ 8 വരെ. അതിനുശേഷം അതിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ പീരിയോഡിസിറ്റി എടുത്തു. ദാറ്റ് ഈസ് വി ഓഫ് എക്സ് പ്ലസ് എന്ന് വെച്ചാൽ വി ഓഫ് എക്സിന് എന്താണ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ പീരിയോഡിസിറ്റി ഓഫ് ദ പൊട്ടൻഷ്യലും പീരിയോഡിക് ലാറ്റിസിന്റെ പൊട്ടൻഷ്യലിന്റെ പീരിയോഡിസിറ്റി എന്താണ്, സെയിം ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും ബ്ലോച്ച് തിയറത്തിന്റെ ഹെൽപ്പോട് കൂടി വീണ്ടും എന്ത് ചെയ്തു, അവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ഓരോന്നായിട്ട് അപ്ലൈ ചെയ്ത് ഓരോ സൊല്യൂഷൻസ് ആയിട്ട് എടുത്തു. അങ്ങനെ നമുക്ക് 13 മുതൽ 15 വരെ എന്ത് കിട്ടി, 16 വരെ നമുക്ക് സൊല്യൂഷൻസ് കിട്ടി. കിട്ടിയ സൊല്യൂഷൻ എല്ലാം ഈക്വൽ ടു 0 ഒക്കെ ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. അത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത സൊല്യൂഷൻസ് ആണ് 16 വരെ വരുന്നത്. സൊല്യൂഷൻസ് നേരത്തെ എടുത്ത് 2 ഉള്ളൂ. വീണ്ടും ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്ത് എന്ത് ചെയ്തു, അതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്തു. അങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 17 മുതൽ 20 വരെ ബൗണ്ടറി കണ്ടീഷൻസിന്റെ സൊല്യൂഷൻസ് ഈക്വൽ ടു 0 ആക്കി ഇക്വേഷൻ ആക്കി എഴുതിയാണ്. അപ്പൊ ഈ കിട്ടിയ ഇക്വേഷൻസിന് എല്ലാം കൂടി എടുത്ത് എന്ത് ചെയ്തു, ഒരു ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഡിറ്റർമിനന്റിന് എന്തുണ്ട്, അവിടെ നമുക്ക് നോൺ വാനിഷിംഗ് ആയിട്ട് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഡിറ്റർമിനന്റ് കോഎഫിഷ്യന്റ് എന്തായിരിക്കും, കോഎഫിഷ്യൻസ് വാനിഷ് ആവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിനന്റ് വാല്യൂസ് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പറ്റും. അവിടെ ഒരു സൊല്യൂഷൻ ഉള്ള ഒരു ഡിറ്റർമിനന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് cos k a plus b എന്നും
ഈ ഒരു ഇക്വേഷൻ കിട്ടും. അവിടെ നമുക്ക് ബീറ്റ സ്ക്വയറിന്റെ ആൽഫ സ്ക്വയറിന്റെ വാല്യൂസ് ഒക്കെ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബിയുടെ വാല്യൂ 0 ടെൻഡ് ചെയ്യുന്നു, ഹൈറ്റ് h എന്ത് ചെയ്യുന്നു, ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുന്നു. ഹൈറ്റ് h ഇൻഫിനിറ്റി മീൻസ് എന്താണ്, പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതാണ് മീൻ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ വെല്ലിന്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എന്താണ്, അത് അവിടുത്തെ ഇതാണ് ഇപ്പോൾ പൊട്ടൻഷ്യൽ വെല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് പൊട്ടൻഷ്യൽ കൂടുമെന്നാണ് മീൻ ചെയ്യുന്നത്. അല്ല h മീൻസ് നമ്മുടെ മീറ്ററിലോ സെന്റിമീറ്ററിലോ ഉള്ള വാല്യൂ അല്ല, അത് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരും. ദാറ്റ് ഈസ് സൈൻ h ബീറ്റ ബി യും which is equal to ബീറ്റ ബി എന്ന് മാത്രമോ, അതിന് കോസ് h ബീറ്റ ബി എന്തായിട്ട് മാറും, അത് 1 ടെൻഡ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമുക്ക് ബീറ്റ സ്ക്വയറിന്റെ ആൽഫ സ്ക്വയറിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അവിടെ ബി സിയുടെ വാല്യൂ വെരി മച്ച് ലാർജർ ദാൻ ഇ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് അവിടെ എന്താ, ബീറ്റ സ്ക്വയറിന്റെ ആൽഫ സ്ക്വയറിന്റെ വാല്യൂല് അവിടെ നമുക്ക് 2e എന്നുള്ള വാല്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് കെയുടെ വാല്യൂ ആവും. കോസ് കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ സമയത്താണ് നമുക്ക് കോസ് കെയുടെ വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. കോസ് കെ ഈക്വൽ ടു പി സൈൻ ആൽഫ ബൈ ആൽഫ എ പ്ലസ് കോസ് ആൽഫ എന്ന് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഗ്രാഫിക്കലി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാഫ് ഒരു പീരിയോഡിക് ഗ്രാഫ് കിട്ടും. ഗ്രാഫില് +1 -1 വെച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ +1ന്റെയും -1ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതിന് മാത്രമേ എന്തുള്ളൂ, വാലിഡിറ്റി ഉള്ളൂ. അതെല്ലാം അലോഡഡ് റീജിയൻ ആയിരിക്കും. ബാക്കി വന്നതെല്ലാം, അതിന് പുറത്ത് വരുന്നതെല്ലാം എന്തായിരിക്കും, ഫോർബിഡഡ് റീജിയൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ക്രോണിക് പെന്നി മോഡലിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ബാൻഡ് തിയറം ചാപ്റ്ററിൽ മെയിൻ ടോപ്പിക്കാണ് ക്രോണിക് പെന്നി മോഡൽ. എസ്ഐ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ഇതിനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിക്കുക.